ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ ഭക്തജന സംഗമത്തിൽ ബിജെപി നേതാക്കൾ പങ്കെടുത്തില്ല എന്നുള്ള ഒരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. അദ്ദേഹം പറയുന്നത് നേതാക്കൾക്ക് പല തിരക്കുകൾ ഉള്ളത് കാരണമാണ് ഇത്തരത്തിൽ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത്. ബിജെപിയിലെ എല്ലാ നേതാക്കളും പങ്കെടുക്കണം എന്ന ആശയം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്തു എന്നും പി കെ കൃഷ്ണദാസ് പറയുന്നു. ഇത്തരം പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, അസംബന്ധമാണ്, അർത്ഥശൂന്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റക്കെട്ടാണ്, ഒരു മനസ്സായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ചില മാധ്യമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിനെ പോലെയാണ്, CPF-നെ പോലെയാണ്, സംഘടനകത്ത് വിഭാഗീയതയുണ്ട്, അതേപോലെ ആശയക്കുഴപ്പമുണ്ട്, അവ്യക്തതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ അരങ്ങത്തും മണിയറയിലും ആസൂത്രിതമായ നീക്കം ആരംഭിച്ചിട്ട് കുറേയായി. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ BJP ചെറുതും വലുതുമായ ഒരുപാട് സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികൾ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 5ാം ഘട്ടം എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ 49 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹ സഹന സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യത്യസ്ത വേദികളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായി BJPയുടെ സമ്മന്നതരായ സംസ്ഥാന നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതല്ല അർത്ഥം. അത് ശുദ്ധ അസംബന്ധമാണ്. മറ്റെല്ലാ നേതാക്കൾക്കും ഓരോ വ്യത്യസ്തമായ പരിപാടികളുണ്ട്. ആ വ്യത്യസ്തമായ പരിപാടികളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാന നേതാക്കന്മാരും ഇന്നത്തെ സമാപന പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സൗകര്യങ്ങളും അസൗകര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. അതനുസരിച്ച് ബഹുഭൂരിഭാഗം നേതാക്കന്മാരിത് പങ്കെടുത്തിട്ടുണ്ട്. ചെറിയ ആളുകൾ തിരക്ക് കാരണം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ വിട്ടുനിന്നു എന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. BJPയെ തകർക്കാനുള്ള ശബരിമല വിഷയത്തിൽ BJPക്ക് ലഭിച്ചിട്ടുള്ള ജനകീയ പിന്തുണ, ജനകീയ അംഗീകാരം അതിനെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും നമ്മൾ അത് അത്തരത്തിൽ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മീഡിയാസിനകത്ത് ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊള്ളുന്നൊരു ഫ്രാക്ഷൻ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. അവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങളവരെ കുറ്റപ്പെടുത്തുന്നില്ല. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ കവരാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊരു കയർക്കാനും ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ജനങ്ങൾ എല്ലാം സത്യവും മനസ്സിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഇപ്പോൾ ഒരു മീഡിയക്കും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമല്ല. ജനങ്ങൾ ബോധവാന്മാരാണ്. അതുകൊണ്ട് ഇത്തരം മീഡിയകൾ നടത്തുന്ന കുപ്രചരണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.